എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. മെയ് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണത്തിനായിട്ട് 1070 കോടി രൂപ അനുവദിച്ചതായിട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചിരിക്കുകയാണ്. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പൂർണ്ണ ധനസഹായത്തോടു കൂടി വിതരണം ചെയ്യുന്ന 16 ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഇപ്പോൾ വിതരണം പ്രഖ്യാപിച്ചതിൽ ഉൾപ്പെടുന്നതാണ്. 2000 രൂപ തന്നെയാണ് മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായിട്ട് 62 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതെന്ന അറിയിപ്പും വന്നിട്ടുണ്ട്. 26 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് അവർ നൽകിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കും കൂടാതെ 24 ലക്ഷത്തോളം പേർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീടുകളിലേക്ക് നേരിട്ട് പെൻഷൻ തുക ലഭിക്കുന്നതാണ്. പുതുതായിട്ട് അധികാരമേറ്റ UDF സർക്കാർ ക്ഷേമ പെൻഷൻ 3000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നിലവിലെ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം ഉടനെ തന്നെ പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ക്ഷേമ പെൻഷന്റെ വർധനമടക്കമുള്ള കാര്യങ്ങളിൽ പ്രഖ്യാപനം വരുന്നത്. എന്തായാലും 6 മാസത്തിനുള്ളിൽ തന്നെ വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കുമെന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ സർക്കാരിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ നൽകിയിരിക്കുന്നത്. മെയ് മാസത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം മെയ് 25 തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചിരിക്കുകയാണ്. അന്ന് തന്നെ വൈകിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയി തുടങ്ങുവാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ട്രഷറിയിൽ നിന്ന് തുക എത്തുവാനും അതോടൊപ്പം തന്നെ വിതരണം ചെയ്യേണ്ട ഗുണഭോക്താക്കളുടെ ലിസ്റ്റിൽ ലഭിച്ച ശേഷം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ വീടുകളിലേക്കുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം സജീവമാകുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള ക്ഷേമ പെൻഷന്റെ വിതരണം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഭൂരിഭാഗം പേർക്കും പൂർത്തീകരിക്കുന്നതാണ്. വീടുകളിലേക്ക് സാധാരണ പോലെ ക്ഷേമ പെൻഷന്റെ വിതരണം 10 ദിവസത്തോളം പൂർത്തീകരിക്കുവാൻ എടുക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ തുകയിൽ കേന്ദ്രവിഹിതമായിട്ടുള്ള 200, 300, 500 എന്നിങ്ങനെ ഉൾപ്പെട്ടവർക്ക് ആ തുക കുറച്ച ശേഷമായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുറച്ച കേന്ദ്രവിഹിത തുക പ്രത്യേകമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ PFMF സംവിധാനം വഴി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പ്രധാനമായിട്ടും വന്നിരിക്കുന്നത്. നിലവിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ കുടിശ്ശിക ഒന്നും ബാക്കി വയ്ക്കാതെയാണ് മുൻ സർക്കാർ കാലാവധി പൂർത്തീകരിച്ചിരിക്കുന്നത്. പുതുതായിട്ട് അധികാരമേറ്റ സർക്കാർ ആദ്യ മാസത്തിൽ തന്നെ കൃത്യമായിട്ട് പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള മാസങ്ങളിലും ഇതുപോലെ കൃത്യമായിട്ട് ക്ഷേമ പെൻഷന്റെ വിതരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 മാസത്തെ കുടിശ്ശിക കൂടിയുണ്ട്. ഇവയിലും വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നതാണ്. ക്ഷേമ പെൻഷൻ പോലുള്ള എല്ലാ സർക്കാർ പദ്ധതി അറിയിപ്പുകളും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.